KJ ഷൈനെതിരായ സൈബർ അധിക്ഷേപ കേസിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത യൂട്യൂബർ KM ഷാജഹാനെ ആലുവ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിലെത്തിച്ചു. ചോദ്യം ചെയ്യലിന് ശേഷം തിരിച്ചുവരുമ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ പ്രതികരിക്കുമെന്ന് പോലീസ് സ്റ്റേഷനിലെത്തിച്ച ഷാജഹാൻ പ്രതികരിച്ചു. തിരിച്ചു വരുമ്പോൾ എല്ലാം കൂടെ ചേർത്ത് കൊടുക്കുക. ഇൻട്രോഗേഷൻ കഴിഞ്ഞിട്ട് വരുമ്പോൾ എല്ലാം പറയാനുള്ള അത്ര പറയാനെല്ലാം ഉണ്ട്, ഒരുപാടുണ്ട് പറയാൻ. എല്ലാം തിരിച്ചു വരുമ്പോൾ പറയാം. പിണറായി വിജയനത്ത് തിരിച്ചു വരുമ്പോൾ പറയാം. കൂടുതൽ വിവരങ്ങൾ നൽകാനായി S. രാഗിൻ ചേരുന്നുണ്ട്. രാഗിൻ, എത്ര സമയമായി ചോദ്യം ചെയ്യൽ തുടരുന്നു? എപ്പോഴായിരിക്കും അവസാനിക്കുക? മുഖ്യമന്ത്രിക്കെതിരെ പ്രതികരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് കയറിപ്പോയിരിക്കുന്നത്. ഹിമ, CPM നേതാവ് KJ ഷൈനെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തിയെന്ന കേസിൽ KM ഷാജഹാനെ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്നാണ് പോലീസ് സംഘം കസ്റ്റഡിയിലെടുത്തത്. ചങ്ങമനാട് SHOയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് ഇന്ന് പുലർച്ചെ 3:30 മണിയോടുകൂടിയാണ് ആലുവ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചത്. അതിനുശേഷം ഇപ്പോൾ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുകയാണ്. അറിയാൻ കഴിയുന്നത് അറസ്റ്റ് രേഖപ്പെടുത്തി ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കും എന്നതാണ്. ഇതിൽ നേരത്തെ KJ ഷൈൻ നൽകിയ ആദ്യത്തെ പരാതിയിൽ രണ്ടാം പ്രതിയായിരുന്നു KM ഷാജഹാൻ. KM ഷാജഹാനെ ആ കേസിൽ കസ്റ്റഡിയിലെടുത്ത് അല്ലെങ്കിൽ KM ഷാജഹാനെ ആ കേസിൽ നോട്ടീസ് നൽകി വിളിപ്പിച്ച് ചോദ്യം ചെയ്തത് വിട്ടയച്ചതാണ്. പക്ഷേ അതിനുശേഷവും ഈ ആദ്യ വീഡിയോ സംപ്രേഷണം ചെയ്ത ശേഷവും പിന്നീടും യൂട്യൂബ് ചാനൽ വഴി വീഡിയോകൾ KM ഷാജഹാൻ ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട് KJ ഷൈൻ വീണ്ടും പരാതി നൽകിയിരുന്നു. അതിലെടുത്ത പുതിയ കേസിലാണ് നടപടി എന്നതാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഈ കേസിൽ ആദ്യം എടുത്ത കേസിൽ കോൺഗ്രസ് നേതാവ്, പ്രാദേശിക നേതാവ് CK ഗോപാലകൃഷ്ണൻ, അതോടൊപ്പം തന്നെ കൊണ്ടോട്ടി അബു എന്ന ഫേസ്ബുക്ക് പേജിൽ അറിയപ്പെടുന്ന യാസർ എടപ്പാൾ തുടങ്ങിയവരാണ് പ്രതികൾ. ഈ കേസിൽ KM ഷാജഹാനാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും പോലീസ് സംഘം ഇന്ന് തുടർ നടപടികൾ സ്വീകരിക്കും. KM ഷാജഹാനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. അങ്ങനെ ഈ രണ്ട് കേസുകളിലുമായി ഷാജഹാനിൽ നിന്നും പോലീസിന് തേടേണ്ട വിവരങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ തെളിവുകളാണ് ഇനി പോലീസിന് ശേഖരിക്കാനുള്ളത്? നേരത്തെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ ഐഫോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് സംഘം പിടിച്ചെടുത്തിരുന്നു. അത് ഈ CK ഗോപാലകൃഷ്ണന് വീട്ടിൽ നടത്തിയ റെയ്ഡിലും പിടിച്ചെടുത്തിരുന്നു. തുടർന്നാണ് ഇപ്പോൾ ഈ കസ്റ്റഡി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോയിരിക്കുന്നത്. അതായത് ആദ്യം ഒരു ഒഫൻസ് ചെയ്തു, പിന്നീട് അതിനുശേഷം തുടർ കുറ്റകൃത്യങ്ങൾ വീണ്ടും ചെയ്തു എന്നതാണ് പോലീസ് ഇപ്പോൾ KM ഷാജഹാനെതിരെ കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടുള്ള വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലുണ്ടാകും. ആദ്യം ചോദ്യം ചെയ്ത സമയത്ത് KM ഷാജഹാൻ പറഞ്ഞത് താൻ ആരുടെയും പേരൊന്നും പറഞ്ഞിട്ടില്ല എന്നടക്കമുള്ള മറുപടികളായിരുന്നു. പക്ഷേ ആ ആദ്യ വീഡിയോയ്ക്ക് ശേഷവും തുടർച്ചയായി ഇത്തരത്തിൽ വീഡിയോ വന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് പോലീസ് ഇത്തരത്തിൽ അവിടെ വീട്ടിലെത്തി കസ്റ്റഡിയിലെടുത്ത് ഇവിടേക്ക് കൊച്ചിയിലേക്ക് കൊണ്ടുവന്നത്. ഈ കൊച്ചിയിലേക്ക് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുവന്നത് സ്വാഭാവികമായിട്ടും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിനു വേണ്ടിയിട്ടാണ് എന്നതാണ് വ്യക്തമാകുന്നത്. പോലീസ് സംഘവും അത് സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് കൈമാറുന്നത്. എന്തായാലും ഇന്ന് ആലുവ DYSP, അതോടൊപ്പം തന്നെ സൈബർ ക്രൈം SHO തുടങ്ങിയവരുടെ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ ഉണ്ടാകും. ഇന്ന് പുലർച്ചെയും ചോദ്യം ചെയ്യൽ നടക്കുന്നു എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. കൂടുതൽ തെളിവ് ശേഖരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തും. മെറ്റയ്ക്കടക്കം പോലീസ് സംഘം കത്ത് നൽകിയിരുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ കൂടി ലഭ്യമായിട്ടുണ്ട് എന്നതാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരം. അതുകൂടി അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട തുടർ നടപടികളിലേക്ക് പോകുന്നത്. എന്തായാലും ശക്തമായിട്ടുള്ള നടപടികൾ ഈ സൈബർ ആക്രമണ കേസിൽ ഉണ്ടാകും എന്നതാണ് പോലീസ് സംഘം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. വിപുലമായ ഒരു അന്വേഷണ ടീമിനെ രൂപീകരിച്ചിരുന്നു. മുൻമൺ DYSP ഉൾപ്പെടെയുള്ളവർ അടങ്ങുന്ന വിപുലമായ ടീമിനെ പോലീസ് സംഘം രൂപീകരിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികൾ ഇപ്പോൾ നടക്കുകയാണ്. കൂടുതൽ പേരെ പ്രതി ചേർക്കുന്ന നടപടികളിലേക്കും പോകും എന്നതാണ് വ്യക്തമാകുന്നത്. അതിനുള്ള പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. S. രാഗിനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.